ഹലോ, അങ്ങനെ കഴിഞ്ഞ വ്ളോഗ് അവസാനിപ്പിച്ചിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇത് പാർട്ട് 2. നമ്മുടെ റിസോർട്ടിനുള്ളിൽ കയറിയതിന് ശേഷമുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉച്ചയായിരുന്നു സമയം. അപ്പം ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തടുത്തായിട്ടൊക്കെ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചിലതൊക്കെ റിസോർട്ടാണ്, ചിലതൊക്കെ വീടുകളാണ്. അങ്ങനെ മെല്ലെ എല്ലാവരെയും പെറുക്കി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് നമ്മളെല്ലാവരും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു കേരള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി. ഇത് നമ്മളെ കൊടൈക്കനാലിലുള്ള സെൻറ്ററിലുള്ള ഒരു ലേക്കാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. ബൈസൺ എന്നാണ് അതിന് പറയാം. അപ്പം ആ ഒരു ചോക്ലേറ്റ് ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു ചേച്ചി ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര പേടിച്ച് പാനിക്കായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി. അങ്ങനെ ബാക്ക് സീറ്റിൽ ഇതാ ഒരാളും കൂടി എത്തിയിട്ടുണ്ട്, ഹർഷ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പാട്ടിനൊക്കെ ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്തെ ഒരാൾ മേക്കപ്പിലാണ്. നമ്മൾ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ അത് പോകുന്ന വഴിക്കൊരു സൈഡ് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല കോടയുണ്ട് കേട്ടോ. അപ്പം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഒറിജിനാലിറ്റി അങ്ങനെ ഫീൽ ആവുന്നില്ല. കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അല്ലല്ലോ. നല്ല കോടയുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് നമ്മൾ ഇനി നേരെ ഗുണ കേവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഗുണ കേവ് ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മൂവി ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഗുണ കേവ് കുറച്ചുകൂടി ഒന്ന് ഫേമസ് ഒക്കെ ആയത്. ദ ഡിവിൽസ് കിച്ചൺ എന്നുള്ള ഒരു പേര് ആയിരുന്നല്ലോ പണ്ട് ഈ ഒരു ഗുണ കേവിനുണ്ടായിരുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഒരു ടണും കൂടെ
ഇവിടെ എത്തിയപ്പോൾ ഫുൾ കോടയായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ. നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി നമ്മളെ ഈ ക്യാമറ കണ്ണുകളിലൂടെ കാണുന്ന അത്ര ഇതായിട്ടല്ല. കാരണം ഒറിജിനലി കാണുന്ന സമയത്ത് നല്ല കോട ഉണ്ടായിരുന്നു. നമ്മൾ നടക്കുന്നത് അപ്പുറത്തുള്ള ആളെപ്പോലും കാണാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഉള്ളിൽ കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിള്ളേരുടെ കോളേജിൽ നിന്ന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുകയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലതാ ഈ ഒരു സീനൊക്കെ നോക്കൂ. അപ്പുറത്തുള്ള ആൾക്കാരെ കാണുന്നേ ഇല്ല. കുറേ പിള്ളേർ സുഭാഷേ എന്ന് വിളിച്ച് അലറുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ മഞ്ഞുമൽ വോയിസിലുള്ള സുഭാഷ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ അലറുന്നുണ്ടായിരുന്നു. സുഭാഷേ എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ പോയിക്കോ. ഇപ്പൊ ആ മറ്റേ മഞ്ജുവാരിയുടെ പടത്തില് നല്ല വ്യത്യാസം ഉണ്ടല്ലോ പ്രായമായി. നീ അന്ത പക്കം പോടാ, ഇന്ത പക്കം പോടാ. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ ഇനി കുറച്ച് പരിപാടീസ് ഉണ്ട് രാത്രിയിൽ. Like secrets on these walls, while laughter echoes through the halls. Feel the world just turning slow. ഞങ്ങൾ ഗേൾസ് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുക്ക് ചെയ്യാനൊന്നും കൂടേണ്ടി വന്നില്ല. കാരണം അശ്വിനും എൻ്റെ ഹസ്ബൻഡ് അഭിഷേകും കൂടെ തകർത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചിക്കനൊക്കെ പൊള്ളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഡാൻസും കളിച്ച് പാട്ടും പാടി ഇങ്ങനെ നടക്കുകയാണ്. അല്ലെങ്കിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തല്ലേ നമുക്ക് ലേഡീസിനൊക്കെ ഒരു റിലീഫല്ലേ ഇത്. എപ്പോഴും നമ്മളാണല്ലോ ഒരു കുക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം അതിൽ നിന്നൊരു മാറ്റമൊക്കെ വരുമ്പോൾ ശരിക്കും ഞങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത് ആവുന്നില്ല അങ്ങോട്ട്. അപ്പം നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്യാന്നുള്ള ഇതോട് കൂടിയിട്ട് ഒരു ചിക്കൻ എടുത്ത് കഷ്ണങ്ങളാക്കി നമ്മൾ അച്ചൂസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിശപ്പിൻ്റെ വിളി വന്നാൽ എന്ത്, മനുഷ്യന്മാർക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ വിശപ്പ് എന്ന് പറയുന്നത്.
അതിനേക്കാൾ മേലൊരു വികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ റിസോർട്ടിലുള്ള ചേട്ടനാണ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നത് നമുക്ക്. അപ്പം ആൾ ഇവിടുത്തെ കെയർ ടേക്കറാണ്. അപ്പോൾ ആൾ നല്ലപോലെ നമുക്ക് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ അതിൻ്റെ ചോട്ടിൽ തന്നെയായിരുന്നു ഫയറിൻ്റെ. നല്ലപോലെ തീയും പുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ചൂടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഒരു ശരീരത്തിന് കുറച്ചൊരു ആശ്വാസമല്ലേ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്. ഇവിടെ അമലിൻ്റെ ഡാൻസ് തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ഭയങ്കര വിജയ് ഫാനൊക്കെയാണ്. അപ്പം വിജയിൻ്റെ സോങ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾ നിലത്ത് നിൽക്കില്ല. പിന്നെ നല്ലൊരു ഡാൻസറും കൂടിയാണ്. നമ്മളെല്ലാവരും തന്നെ ഈ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോലും നമ്മൾ ഭയങ്കര സന്തോഷിക്കും. അതേപോലെ കൂടെ ഉള്ളത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ സന്തോഷം ഇരട്ടിയാവും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഇവിടെ ഫോട്ടോ എടുക്കുന്നത് തിരക്കിലാണ് എല്ലാവരും. പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഒരു വെജിറ്റേറിയൻ ഒരു തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി. ഇഡ്ഡലിയും പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാനായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ വൈറലാക്കും കേട്ടോ. കണ്ട കാട്ടുചെടിയൊക്കെ പോയി പറക്കുന്നത്. അത് പറിച്ചെടുത്തോ, വീട്ടിൽ കൊണ്ടുപോവാ. നമ്മുടെ സാരഥിയും സർവോപരി ഒന്നും അറിയാത്ത അമലാണ്. പക്ഷെ എന്തൊക്കെയോ അറിയുന്ന മാതിരിയാണ് കണ്ടോ. ചങ്ങല പോലെ വെങ്കലക്കാൽ തല ചാത്താനൊരുങ്ങുന്ന താരകൾ പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചീര പെണ്ണെ ചിക്ക ചിക്കാ ചിക്ക ചിക്ക മുത്തെടുക്കടി നമ്മള് ഇനി തൊട്ടു തൊട്ടു നിൽക്കവേ കാത്തിരുന്നു നിന്നീ താരകൾ കണ്ണൂരിലായ കണ്ണാടി പുത്തുമ്പി പാടി വന്ന് ഇന്നലെ നേരത്തെ മണിക്കുട്ടി ഇപ്പൊ പറഞ്ഞ പൂത്തുലഞ്ഞ് പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ. അതിന്റെ വരി പുലരുമോ പാലും പഴവും കൈകളിലേന്തി പാലും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി.
എത്ര പ്രാവശ്യം ചെയ്യുന്നു നോക്കാലോ. ഞാനോ ഫോണിൽ നോക്കിട്ട് നോക്കിയതാ. ഫോൺ വെച്ചോ പാടാ. തമിഴ് പറ്റൂല അല്ലേ? തമിഴ് പറ്റൂല അല്ലേ? പഞ്ചായത്തിലെ കുഞ്ഞുമണിത്തമിഴറിവളോ. അതെ പഞ്ചായത്തിലെ இந்த പഞ്ചായത്തിലെ അടുത്ത പാടത്തെ പാർവണേന്ദു മോഹി പാർവതി ജഗദീശ്വരന്റെ ചിന്തയിൽ മുഴുകി വളർന്നു. ഓക്കേ. ഇസ്രായേൽ നീയല്ലും പകലും രാമേശ്വരം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. ഞങ്ങൾ പറഞ്ഞേ അത് പാടി ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, പുഷ്പനെ അറിയാമോ, പുഷ്പനെയോ? പുഷ്പനെ അറിയാമോ, ആൾക്കാർക്ക് പാടിത്തരാം. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ. ഇത് ഏത് സിനിമത്തെ പാട്ടാണ്? അതല്ല ശരിക്കും പാട്ട്, ഇതാണ് ശരിക്കും പാട്ട്. സിനിമാ പാട്ടാണ് പാടുന്നത്. അഭിഷേക് സിനിമാ പാട്ടാണ് പാടുന്നത്. ഇല്ല പോട്ടെ പോട്ടെ. അടുത്തതാ ജന്മങ്ങൾ പുൽകുന്നിൻ നാദം നൽകൂ ദൂരം തേടി നീങ്ങും നേരം മഞ്ഞിന്നേറി ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. അത് വേറെന്തല്ലേ? മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. പാടി തുടിയിലേതോ പൊന്നാനിലേ. അശ്വിനി സാധനം വന്നായിരുന്നു മനസ്സിലായി. കർഷക എങ്ങനെയാ പോണം? അശ്വിന്റെ കൈ എങ്ങനെയാ പോണം? തകിലോട് പാടി ഞങ്ങൾ പാടി. വേണ്ട വേണ്ട. വേറെ പാട്ട് പറഞ്ഞോ? ചെറിയ കുട്ടി പാടുന്ന പോഷൻ അതാണ്. തോറ്റോ മക്കളെ, എപ്പോഴത്തെ ഇനി ഇഷ്ടം പോലെ പുതിയ മുഖം തന്നെ അതിന് പറക്കോ. ഓക്കെ ഞങ്ങൾ പാടാം. അടുത്ത ഇല്ല പാടി പാടാൻ പാടിയോ? പൂത്തകാലം പാടാവന്നൊരീണം അല്ലല്ല നീ വന്നു. അടുത്ത കിട്ടി. ഇവിടെ
അത് പാടിയതല്ലേ? സത്യം അയ്യപ്പനായരാണ്. അതിന്റെ ഫസ്റ്റ് അങ്ങനെയല്ലല്ലോ. അതല്ല അതന്നെ അതന്നെ അല്ലല്ല കായാണ് ഞാൻ പറഞ്ഞതാണ്. ആ വീഡിയോ എടുക്കുക. അതന്നെ കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സുള്ള പാട്ട്. പാട്ട് പാടി പാടി നിങ്ങൾ ഇത് പാടിയാണോ? പറയാതെ പാടി പാടി അത് പാടിയത്, അതും നമ്മൾ പാടിയതാ. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പിന്നോടൊന്നും പറയാതെ പകൽ പക്ഷി പറന്നെങ്ങോ പോയി. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. കടലാഴങ്ങളിൽ ഒരു തൂവലുമായി. ടിക് ടിക് പാട്ട്. ഇടത്തൊക്കെ ആവശ്യമുള്ളപ്പോ വരണം. സമയം കുറച്ച് ഞാൻ നേരത്തെ കൂടെ ചോദിക്കുമ്പോ വേണ്ട ടിക് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ മണിക്കൂട്ടി ആരാ നോക്കിയോ പാടി നല്ല കോടയാണ് ഇവിടെ. വണ്ടി ഇവിടെ നിർത്തിയതാണ്. കാലിൽ ഞാൻ കണ്ടില്ല. ഓളെടുത്ത ചെരുപ്പ് പറഞ്ഞല്ലേ ഹായ്, കൊട നോക്കൂ ഗൈസ്, കൊട നോക്കൂ. നല്ല തണുപ്പുണ്ട് ഗൈസ്, സൂപ്പർ. അവിടെ നോക്കാം, അവിടെ ഉയർത്തുന്ന പരിപാടിക്ക് പോവാണെങ്കിൽ ഇവർക്കിതെന്താണ്? നമുക്ക് വണ്ടി വരുമ്പോ നമ്മളെ വണ്ടിക്കാര് കാണണ്ടാവില്ല. നമ്മളെ വണ്ടി അതാ അവിടെ നിർത്തിയിട്ട്. ഒന്നുകൂടെ പറയും കമോൺ ഗൈസ്. തിരി ആ ചേച്ചി ഓ കിട്ടി. ചേച്ചി അടി അല്ല കോഫി, നല്ല കോഫി.
അതല്ല ഞാൻ അവിടെ കുട്ടിക്ക് ഡാറ്റ എടുക്കാം. നമ്മളെ ചെക്കൻ അബ്ദുള്ളാക്കനെ കൊണ്ട് എഴുതില്ല. എന്റെ ഈ ഉച്ചോ നമ്മുടെ കമ്പനിക്കാർ മാത്രം ഇന്നെ പിടിച്ച് അടിക്കുക ഇന്ന് തോന്നുക ഒച്ച ഉണ്ടാക്കി നീച്ചിട്ടുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് നീച്ചിട്ടുണ്ട് ഉണ്ട് അങ്ങനെ ഞാൻ രാവിലെ പേടിച്ചോണ്ടാ എണീറ്റത്. ഈ കാരണോ പുതപ്പുണ്ട് പൊങ്ങി നിൽക്കുന്നത് കഴിഞ്ഞപ്പോ എങ്ങനെ എന്താണെന്നറിയോ, ഇവളിങ്ങനെ വെച്ചോണ്ടാണ് ഉറങ്ങുന്നത്. ഇവളിങ്ങനെ എണീക്കുമ്പോ ഇങ്ങനെ കാണുമ്പോ പുതപ്പ് ഇങ്ങനെ പൊങ്ങി നിക്കുക. ഇവളങ്ങനെ ഉറങ്ങും. ഞാൻ കമന്ന് കിടന്നിട്ട് കാല് പൊക്കി വെച്ച് കിടന്നു. അതെങ്ങനെയാണ് ഇങ്ങനെ കിടക്കൂ? കാല് മാത്രമേ എന്താ അറിയില്ല. ഞാൻ അങ്ങനെ ചെയ്യും. ആദ്യമേ ഞാൻ പേടിച്ച് ഇവളെ മൂളല് കാരണം. പിന്നെ രാവിലെ ഇറങ്ങിയാൽ അത്രയും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. രാത്രി ബ്ലോക്ക് ആവും. രാവിലെ അഭിഷേക് മുട്ട പുഴുങ്ങാൻ പോയതാ. അഭി അയ്യോ കൈ മറന്നില്ല. ഏത് കൈയിലിട്ടേന്ന് എടാ ഫോട്ടോ ഉണ്ടടാ നോക്കി കണ്ടിട്ടില്ല. ഞെട്ടിക്കൽ ബിരിയാണി ഞാൻ ചൂടായില്ലല്ലോ. മെല്ലെ തിന്ന് കർഷേ. വിളിച്ചില്ല എന്നിട്ട് ചാറടിക്കായി. മുപ്പര് വേറെ തിരക്കിലാവും. ഈ മറക്കും, എല്ലാരും മറക്കും. ആരാന്ന് മറക്കും. അശ്വിനെ മറന്നോട്ടാ. നോക്കി നോക്ക്. ഞാൻ ഒറ്റയ്ക്ക് ബാക്കിലിരിക്കുന്ന കണ്ടിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം അബി എൻ്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് പൂണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെയൊക്കെ നല്ല കോടയാണ്. പിന്നെ എല്ലാവർക്കും മാഗി വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും മാഗിയും ബ്രെഡ് ഓംലെറ്റൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൂണ്ടിയിലുള്ളൊരു ഡാമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തായിരുന്നു. ഈ ഒരു സ്ഥലം കൂടി നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ വീട് പിടിക്കുകയാണ്. പിന്നെ കൊടൈക്കനാൽ വന്നിട്ട് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അപ്പം അവിടെ ഉള്ളൊരു സെൻട്രൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പഴനി ആ ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ടയേർഡാണ്. ഫൈനലി നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെ സേഫ് ആയിട്ട് എത്തിച്ചേരും. അങ്ങനെ നമ്മളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവരുമായിട്ട് നല്ലപോലെ കമ്പനി അടിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഇനിയും ഓരോരോ യാത്രകൾ പോകാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.